ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്സാപ്പിൻ്റെ ആനിമേറ്റഡ് സ്റ്റിക്കേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വാട്സാപ്പ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുറേ പുതിയ ആനിമേറ്റഡ് സ്റ്റിക്കേഴ്സൊക്കെ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെബ് വ്യൂ വാട്സാപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയ സ്റ്റിക്കേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മൊബൈൽ ഫോണിലുള്ളതാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ പ്ലസ് ബട്ടൺ ഒന്നും കാണില്ല നമുക്ക്. പക്ഷേ അത് നമുക്ക് വാട്സാപ്പ് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മൊബൈൽ ഫോണിൽ പോയിട്ട് അത് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നേക്കുന്ന ആനിമേഷൻ എന്ന് പറയുന്നത് ഇതാണ്. വാട്സാപ്പിൻ്റെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതായിരിക്കും എല്ലാവർക്കും ഇത്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ബെയർ വിത്ത് ഓൾ ദ റൈറ്റ് മൂവ്സ് പറഞ്ഞ ആനിമേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ. സോ അപ്പോൾ അത് മൊബൈൽ ഫോണിൽ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ആദ്യം തന്നെ നമ്മൾ സ്റ്റിക്കേഴ്സ് എന്ന സെക്ഷനിലേക്ക് പോവുക. സ്റ്റിക്കേഴ്സ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, അഡീഷൻ ഉണ്ട്. നമ്മൾ അങ്ങേറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്ലസ് ബട്ടൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്റ്റിക്കേഴ്സും അവരോട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ഏറ്റവും മുകളിൽ നേരം നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ ബെയർ വിത്ത് റൈറ്റ് മൂവ്സ് ആണ് പുതിയ ആനിമേഷൻ ഏറ്റവും ആദ്യം വന്നേക്കണേ. സോ അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ ആനിമേറ്റഡ് സ്റ്റിക്കേഴ്സും ഒരു കാണിച്ചിരുന്നതായിരിക്കും. നമ്മൾ ഡൗൺലോഡ് ബട്ടൺ അടിയിൽ അടിച്ചിട്ട് നമ്മളത് ഡൗൺലോഡ് ഏകദേശം 2 MB അടുത്താണ് അതിനകത്ത് ഫയൽ വരുന്നുണ്ടാവുക. സോ അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിതെല്ലാതും ഒന്ന് പ്ലേ ചെയ്ത് നോക്കാൻ പറ്റും ഏതൊക്കെ ടൈപ്പുള്ള ആനിമേഷൻസാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കി കാണാൻ പറ്റും ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ആനിമേഷൻസും കാര്യങ്ങളും അതിൻ്റെ. നമുക്കത് ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ നമ്മൾ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും കുറേ വെറൈറ്റി ആയിട്ടുള്ള പുതിയ ടൈപ്പുള്ള സ്റ്റിക്കേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണെന്നുള്ള കാര്യം. പല വെറൈറ്റിയിൽ നല്ല ഭംഗിയായിട്ട് അവർ ഈ പ്രാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ വേറെ കുറേ സ്റ്റിക്കേഴ്സും ഇതേപോലെ തന്നെ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഒരു ബണ്ണിയുടെ ഒക്കെ വീഡിയോ ടൈപ്പ് സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ബണ്ണിയുടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബണ്ണിയുടെ സെക്ഷനിലേക്ക് പോകും. ആ ബണ്ണിയുടെ സെക്ഷനിൽ ഇതേപോലെ തന്നെ നമുക്ക് ഓരോന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആനിമേറ്റഡ് ആയിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആനിമേഷൻ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഇതേപോലെ തന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ആനിമേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ എളുപ്പത്തിന് നിങ്ങൾക്കൊരു വീഡിയോൻ്റെ ഒരു സിമ്പിൾ കാണും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ കറസ്പോണ്ടിങ് സ്റ്റിക്കേഴ്സിൻ്റെ അവിടെ. അപ്പോൾ അങ്ങനെ സ്റ്റിക്കേഴ്സ് ആണെങ്കിൽ അത് ആനിമേറ്റഡ് ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ ഈ ആനിമേറ്റഡ് സ്റ്റിക്കേഴ്സിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.